ഹലോ എവരി വൺ, മൈസെൽ ഹുസൈൻ. ഞാൻ ഈ കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് DH എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാ പാസ്സായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ഓൾ മെഡ്വെഞ്ചർ ടീം, എസ്പെഷ്യലി ഡോക്ടർ ആൻഡോ സർ, ആദി സർ. പിന്നെ എൻ്റെ ഗൈഡ് ആയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ മെൻറ്റർ ആയിട്ടുണ്ടായിരുന്നത് അമൽ സർ ആയിരുന്നു. സർ ടോട്ടലി എന്നെ ഹെൽപ്പ് ആൻഡ് ഗൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് ആയാലും അതുപോലെ തന്നെ എൻ്റെ ഡൗട്ടുള്ള ടോപ്പിക് ആയാലും ഒരു ടോപ്പിക്ക് പോലും എനിക്ക് ഡൗട്ട് വെച്ചിട്ട് എക്സാം എഴുതുന്ന സിറ്റുവേഷൻ വന്നിട്ടില്ല. സർ അപ്പം എന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടോപ്പിക്സ് എല്ലാം. പിന്നെ എൻ്റെ കോഴ്സിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഞാൻ 6 months കോഴ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത് DH. അപ്പോൾ ഒരു 3.5 months ആയപ്പോൾ തന്നെ ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്ത്. പിന്നെ എക്സാമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോഡറേറ്റ് ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു എനിക്ക് വന്നത്. കാൽക്കുലേഷൻസ് ആയാലും ഒരു 7 to 8 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ മെഡിസിനൽ കെമിസ്ട്രി കമ്പാരിറ്റീവ്ലി എനിക്ക് ഈസിയായി തോന്നി, കാൽക്കുലേഷൻസും കേസും വെച്ച് നോക്കുമ്പോൾ. പിന്നെ കോളേജിൽ നിന്നായാലും അതുപോലെ തന്നെ കേസ് മെയിനായിട്ട് കുറേ ലാബ് വാല്യൂസ് വെച്ചുള്ള കേസ് വരുന്നുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കാൻ നോക്കുക. പിന്നെ എനിക്കിനി ഇനി എക്സാം എഴുതുന്ന പുതിയ സ്റ്റുഡൻസിനോട് എന്താ പറയാന്നുള്ളത് വെച്ചാൽ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് ഫയൽസ് ആയാലും അതുപോലെ തന്നെ ക്രാഷ് കോഴ്സ് ആയാലും ബേസിക് ക്ലാസ് ആയാലും നന്നായിട്ട് റിവൈസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ബേസിക് ക്ലാസ് ലീവ് ചെയ്യരുത്. നന്നായിട്ട് ഹെൽപ്ഫുൾ ചെയ്യുന്നുണ്ട് ബേസിക് ക്ലാസ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഫയൽസ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. അപ്പം മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ഡേറ്റ് എടുക്കാൻ നോക്കാം. മൊത്തം കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആയി നമുക്കൊരു അഷ്യൂറൻസ് അല്ലെങ്കിൽ നമുക്കൊരു ഉറപ്പ് വന്നിട്ട് ഡേറ്റ് എടുക്കാൻ നോക്കാം. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ന്യൂ സ്റ്റുഡൻസ്.